So basically, effects of Earth's magnetic field on radio propagation. So ഇത് തന്നെയാണ് നിങ്ങൾ മുന്നേ പഠിച്ചതും. അതായത് നമ്മൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്നുള്ള ഫാക്ടർ കൺസിഡർ ചെയ്യുന്നതേ ഉള്ളൂ. നേരത്തെ നമ്മൾ അയോണോസ്ഫെറിക്കിൻ്റെ അതായത് എക്സാക്ട്ലി ആയിട്ട് അയോണോസ്ഫിയറിൻ്റെ കൺസിഡർ ചെയ്തു. ഇപ്പോൾ എന്താ മൊത്തത്തിൽ റേഡിയോ വേവ് പ്രൊപ്പഗേഷൻ്റെ മൊത്തത്തിൽ കൺസിഡർ ചെയ്യുന്നു. സോ അവിടെ നമ്മൾ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ആണ് ഫസ്റ്റ് കൺസിഡർ ചെയ്യുന്നത്. സോ ഇക്വേഷൻസ് ശ്രദ്ധിക്കണം. അതായത് എല്ലാ ഇക്വേഷൻസും കൊടുത്തിട്ടില്ലെങ്കിൽ കൺഫ്യൂഷൻ ഒന്നും ഉണ്ടാവും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ചാൽ മതി. ഈറ്റ ഇസ് ഈക്വൽ ടു √1 - 81n/f² എന്നുള്ളതായിരുന്നു നേരത്തെ ഇക്വേഷൻ. അതായത് എപ്സിലോൺ നോട്ട് എന്ന് പറയുന്നത് ഇതായിരുന്നു അല്ല, എപ്സിലോൺ ആർ റിലേറ്റീവ് പെർമിറ്റിവിറ്റി എന്ന് പറയുന്നത് എന്താ ആ ഒരു ടേം ആയിരുന്നു. സോ അത് നമ്മൾ ലാസ്റ്റ് സോൾവ് ചെയ്തപ്പോൾ, അതായത് ഈക്കും പിന്നെ കിലോഗ്രാം അത് ആ ഒരു മാസിനും ഒക്കെ നമ്മൾ വാല്യൂസ് കൊടുത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തപ്പോൾ ഏറ്റവും ലാസ്റ്റ് കിട്ടിയത് എത്രയാ? 2πf എന്നൊക്കെ പറഞ്ഞിട്ട് ഒമേഗയ്ക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേരം കിട്ടിയ വാല്യൂ ആണ് √1 - 81n/f² എന്ന് പറഞ്ഞത്. സോ അതാണ് നിങ്ങൾ കൺഫ്യൂഷൻ വന്നിട്ടുണ്ടാവുക. സോ 81n/f² എന്ന് പറഞ്ഞ സമയത്ത് എഫ് ലെസ് മാക്സിമം, അതായത് f is equal to √81n max അല്ലേ? f is equal to √81n max എന്ന് പറയുന്ന സമയത്താണ് എന്ത് വരിക? 9√n max പറയാം. അതാണ് നമ്മളുടെ ക്രിട്ടിക്കൽ FC. ഓക്കെ, FC എന്ന് പറയുന്ന ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എന്ന് വെച്ചാണ്. അതാണ് എഫില് സി, അതായത് FC ക്രിട്ടിക്കൽ ഫ്രീക്വൻസി എപ്പോഴായി മാറുക? n മാക്സിമം ആകുമ്പോൾ. അതായത് n എന്ന് വെച്ചാൽ എന്തായിരുന്നു? നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് പെർ സെന്റിമീറ്റർ ക്യൂബ്. ഓക്കെ, ഇതാണ് നമ്മളുടെ ഇക്വേഷൻ. ഇനി നമ്മൾ ഇവിടെ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി ഇക്വേഷൻസ് കൺസിഡർ ചെയ്യുന്ന സമയത്ത് ഫസ്റ്റ് ഇക്വേഷൻ ഈറ്റ നമ്മൾ എടുത്ത് എഴുതുക. √1 - 81n/f² is equal to what? sin I/sin 90 ഡിഗ്രി അല്ലേ? sin I/sin 90 ഡിഗ്രി പറയാൻ കാരണം എന്താ? ബേസിക്കലി അത് വെർച്വൽ ഹൈറ്റ് ആണ് വരുന്നത് അല്ലേ? അതായത് ഈ ഒരു ഫിഗർ കണ്ടാൽ മനസ്സിലാകും. സെക്കൻഡ് ഫിഗർ വെർച്വൽ ഹൈറ്റ്, അതായത് നമുക്ക് ഒരു എർത്ത് എന്ന് വെച്ചാൽ എന്താ? കേർവ്ഡ് സർഫസ് ആണ് അല്ലേ? എർത്ത് എന്ന് വെച്ചാൽ കേർവ്ഡ് സർഫസ് ആണ്. സോ ഇവിടെ നമ്മൾ എടുക്കുന്നത് വെർച്വൽ ഹൈറ്റ് ആണ് അതിൻ്റെ. കാരണം ഇൻസിഡൻ്റ് ആയി റിഫ്ലക്റ്റഡ്, അപ്പോൾ ആ വേവിനെ കുറച്ചും കൂടി എന്താ പറയുക, ഒരു കേർവ്ഡ് ആയിട്ടുള്ള സർഫസിലൂടെ അത് പോകുന്നത്. പക്ഷെ നമ്മൾ ഹൈറ്റ് എടുക്കുമ്പോൾ എപ്പോഴും വെർച്വൽ ഹൈറ്റ് ആണ് എടുക്കുന്നത് അല്ലേ? ഇനിയെന്ന് വെച്ചാൽ അതാണ് ഇവിടെ എന്ത് പറയുന്നത്, വെർച്വൽ ഹൈറ്റിൻ്റെ ഇക്വേഷനിൽ വെർച്വൽ ഹൈറ്റ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇവിടെ എന്തെടുക്കുന്നത്? sin 90 ഡിഗ്രി എടുക്കുന്നത്. ഓക്കെ, sin 90 ഡിഗ്രി എടുത്തു. ഇനി എന്താ? sin I is equal to √1 - 81n/f². എന്താ അത്? sin 90 എന്താ? 1 അല്ലേ? സോ sin I is equal to √1 - 81n/f² കിട്ടുമല്ലോ നമുക്ക് അല്ലേ? അതായത് ഈ രണ്ട് ഇക്വേഷൻ മീൻസ് ഈറ്റ തന്നെയാണ് sin I/sin 90 എന്ന് പറഞ്ഞാൽ. അപ്പോൾ അത് രണ്ട് ഇക്വേറ്റ് ചെയ്യുമ്പോൾ sin I എന്ത് കിട്ടി? √1 - 81n/f² തന്നെ കിട്ടി അല്ലേ? സോ MUF എന്താ? അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? റൂട്ട് കളയണം അല്ലേ? അതായത് സൈൻ സ്ക്വയർ എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യണം. അതായത് എന്ത് വേണമെന്ന് വെച്ചാൽ സൈൻ സ്ക്വയർ I is equal to 1 - FC² f² MUF എന്നാണ് പറയുന്നത്. കാരണം എന്താ? അത് FC² f² MUF എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് f² MUF എന്ന് വെച്ചാൽ FC² sec² L² ആണ്. അത് കുറച്ചൊരു ടഫായിട്ടുള്ള ഇക്വേഷൻ ആണ്, നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഇത്രയേ ഉള്ളൂ. സൈൻ സ്ക്വയർ, അതായത് നമ്മൾ ഈ ഒരു ഇക്വേഷനെ സ്ക്വയർ ചെയ്യുമ്പം ചെറിയൊരു മാറ്റം വരുന്നതേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ സൈൻ സ്ക്വയർ I എന്ന് വെച്ചാൽ 1 - FC² f² MUF എന്ന് പറഞ്ഞിട്ട് വന്നതേ ഉള്ളൂ. അപ്പോൾ f² MUF എന്ന് വെച്ചാൽ FC² sec² I ആയിരിക്കും വരുന്നുണ്ടാവുക അല്ലേ? അപ്പം ബേസിക്കലി എന്താ? FMUF എന്ന് വെച്ചാൽ FC sec എന്ന് വെച്ചുള്ള FC sec നമ്മൾ വാല്യൂ കൊടുത്തു കഴിഞ്ഞാൽ
3.6 കിട്ടും. ഓക്കെ, സോ അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ടു 3.6 FC എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇത്രയാണ് പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, √1 - 81n/f² നമ്മൾ സ്ക്വയർ ചെയ്യുന്ന സമയത്ത് ഇവിടെ FC²/f²MUF ആണ് വരുന്നത്. അതെന്താ അങ്ങനെ വന്നത്? ആ റേഷ്യോ എന്താ അങ്ങനെ വന്നത്? അതായത് 81n/f² അല്ലേ? സോ FC കൊടുക്കുന്ന സമയത്ത് എന്ത് വരും? 81n എന്ന് വെച്ചാൽ n മാക്സ് വന്നു അല്ലേ? സോ 81n എന്ന് വെച്ചാൽ n മാക്സ് വന്നു. അതുപോലെ f എന്ന് വെച്ചാൽ MUF ആയി. അങ്ങനെ എടുത്താൽ മതി നിങ്ങൾ. അതായത് എന്താണ്, ഈ എഫിന് പകരം FMUF ആയി, 81n മാക്സ് എന്തായി? FC ആയി. അപ്പൊ എന്തായി? FC²/FMUF കിട്ടി. അപ്പോൾ FMUF² ഈസ് ഈക്വൽ ടു എന്ത് വന്നു? FC² sec² I വന്നു അല്ലേ? അതായത് f² മീൻസ് 1 എന്താ 1 പ്ലസ് FC²/f അതായത് ഇങ്ങനെ എടുത്താൽ മതി. FC²/f(m²f) എന്ന് വെച്ചാൽ 1 - sin² I ആണ്, അതായത് cos² I. അപ്പൊ അതിന്റെ മീൻസ് എന്താ, റെസിപ്രോക്കൽ എന്ന് പറയുന്ന സമയത്ത് എന്താ, sec² I വരും. സോ FC² sec² I എന്ന് കിട്ടി. ഇത്രയേ അതുള്ളൂ. അപ്പൊ ഒന്നും കൂടി പറഞ്ഞുതരാം. എന്താ, ഈ ഒരു ഇക്വേഷൻ ശരിക്കും ശ്രദ്ധിക്കണം. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി കുറേ തവണ ചോദിച്ച ഒരു സംഭവം, ഒരു ഫാക്ടറാണ്. സോ ഈറ്റ ഇസ് ഈക്വൽ ടു √1 - 81n/f². അത് എപ്പോഴും പഠിച്ചു വെക്കണം. ഈറ്റ എന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. സോ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്നുള്ള ഫാക്ടറാണ് പറയുന്നത്, അല്ലാണ്ട് അതല്ല ഈറ്റ. ഈറ്റ എന്തായിരുന്നു നമ്മൾ നേരത്തെ പഠിച്ചത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് അല്ലേ? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി FMUF എന്ന് പറയുന്നത് 3.6 ടൈംസ് FC എന്നിട്ട് ഇവിടെ എഴുതിയിട്ടുണ്ട്. അപ്പം ഈറ്റ എന്ന് വെച്ചാൽ എന്താ, √1 - 81n/f². ഓക്കെ, അതെന്ന് വെച്ചാൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ആണ്. ഇനിയെന്ന് വെച്ചാൽ അത് തന്നെയാണ് ആര്, sin I/sin 90. പക്ഷെ വെർച്വൽ ഹൈറ്റ് ഒക്കെ എടുക്കുന്ന സമയത്ത് അതിന്റെ കാൽക്കുലേഷൻസ് എന്ത് വരും? sin 90. മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എപ്പോഴാണ് വരുന്നതെന്ന് വെച്ചാൽ sin 90യിലാണ് അത് വരുന്നത് എന്നുള്ള കാര്യം ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, sin 90യിലാണ് അത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എടുക്കുന്നത്. സോ അപ്പൊ എന്ത് വരും ഇക്വേഷൻ? sin I/sin 90 ഈസ് ഈക്വൽ ടു √1 - 81n/f² വരും. അപ്പൊ sin 90 ആരാ? 1 അല്ലേ? അപ്പൊ sin I എന്ത് വരും? √1 - 81n/f² വരും. അപ്പോൾ sin I is equal to √1 - 81n/f². അപ്പൊ 81n മാക്സ് ആരായിരുന്നു? നേരത്തെ പറഞ്ഞു, ക്രിട്ടിക്കൽ ഫ്രീക്വൻസി പറഞ്ഞതാണ്. അപ്പൊ എന്ത് പറഞ്ഞിട്ടുണ്ടായി? മാക്സിമം n വരുന്ന സമയത്ത് ആരെയാണ് എടുത്തത്? നമ്മൾ FC ആണ് എടുത്തത് അല്ലെ? ക്രിട്ടിക്കൽ ഫ്രീക്വൻസി വരുന്ന എപ്പോഴാണ്? n മാക്സിമം ആകുമ്പോൾ. അപ്പൊ 81ന് n മാക്സ് കൊടുക്കുന്ന സമയത്ത് ആര് വരും? FC വരും അല്ലെ? സോ 81 n മാക്സ് എന്ന് വരുന്നത്, n മാക്സ് എന്ന് FC ആണ്. FC ആണ്. ഇനിന്ന് വെച്ചാൽ നമ്മൾ FC is equal to √81 n max. അതായിരുന്നില്ലേ? 9√n max ആണ്. സോ FC is equal to 81 n max ആണ് ഇവിടെ അല്ലേ? സോ എന്താ, FC സ്ക്വയർ ആണ്. ഈ റൂട്ടും ആ റൂട്ടും കൺഫ്യൂഷൻ ആവല്ലേ? അതായത് FC is equal to what? √81 n max. സോ FC സ്ക്വയർ ആണ് എന്ത്? 81 n max സ്ക്വയർ എന്ന് പറയുന്നത്. സോ ഇവിടെ 81 n max എന്ന് പറയുന്നത്. സോ ഇവിടെ 81 n max എന്ന് പറഞ്ഞാൽ FC സ്ക്വയർ ആണെന്നുള്ള കാര്യം ഓർമ്മിച്ചു വെക്കുക. ഈ റൂട്ടും ആ റൂട്ടും കൺഫ്യൂഷൻ ആവാൻ പാടില്ല. സോ എന്താ, FC²/F MUF². MUF എന്ന് വെച്ചാൽ എന്താ? മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. സോ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി സ്ക്വയർ മുകളിൽ ആര് വന്നു? FC വന്നു, FC². സോ ഇതാണ് നമ്മളുടെ ഇക്വേഷന്റെ ആ ഒരു ഫോർമാറ്റ് എന്ന് വെച്ചാൽ. സോ റൂട്ട് അവിടെ നമുക്ക് ഉണ്ട്, പക്ഷെ നമ്മൾ നേരത്തെ കളയാൻ വേണ്ടി ഇപ്പുറത്തും അപ്പുറത്തും സ്ക്വയർ ചെയ്തു. അപ്പൊ എന്ത് വന്നു?
സൈൻ സ്ക്വയർ ആയി വന്നു അല്ലേ? സൈൻ സ്ക്വയർ ആയി വന്ന സമയത്ത് എന്ത് സംഭവിച്ചു? സൈൻ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു എഫ് ദ സ്ക്വയർ വന്നു അല്ലേ? സൈൻ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു എഫ് ദ സ്ക്വയർ. അപ്പൊ എങ്ങനെയായിരുന്നു എഫ് സി സ്ക്വയർ വന്നത്? എഫ് സി എന്ന് പറയുന്നത് √81n ആയിരുന്നു, 81n മാക്സ് ആയിരുന്നു. സോ എഫ് സി സ്ക്വയർ ആണ് ആര്? 81n മാക്സ് എന്ന് പറയും. നമ്മൾ എന്താ ഇവിടെ n മാക്സ് എടുക്കാൻ കാരണം? അത് നമ്മൾ ഇവിടെ എഫിന് എം യു എഫ് എടുക്കുന്നുണ്ടെങ്കിൽ എന്നിന് ആരെ എടുക്കണം? മാക്സ് എടുക്കണം. എന്നിന് മാക്സ് എടുത്ത 81n മാക്സിന്റെ സ്ക്വയർ റൂട്ട് ആരാ? എഫ് സി. അപ്പൊ അത് സ്ക്വയർ എടുക്കുമ്പോൾ എന്ത് കിട്ടി? എഫ് സി അതിന്റെ സ്ക്വയർ റൂട്ടാണ്. സോ 81 എന്ന് പറയുമ്പോൾ എഫ് സി സ്ക്വയർ. സോ അങ്ങനെയാണ് എഫ് സി സ്ക്വയർ ബൈ എഫ് സ്ക്വയർ എന്ന് പറയുന്ന ആ ഫാക്ടർ റേഷ്യോ അവിടെ വരുന്നത്. ഓക്കെ, സോ ഇത്രയും ഓർമ്മിച്ച് വെക്കുക. സോ 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു എഫ് ദ സ്ക്വയർ കിട്ടി. ഇനി എന്താ? നമ്മൾ എഫ് സി സ്ക്വയർ ബൈ എഫ് യു എം എഫിന് ഇപ്പുറത്തേക്ക് എടുത്തു. സോ സൈൻ സ്ക്വയർ ഐ ഇസ് ഈക്വൽ ടു 1 മൈനസ് എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു എഫ് ദ സ്ക്വയർ ആയിരുന്നു. സോ സൈൻ സ്ക്വയർ അതിനെ ഇപ്പുറത്ത് എടുത്തു. സോ 1 മൈനസ് എന്ത് വരും? സോറി, എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു എഫ് സ്ക്വയറിന് ഇപ്പുറത്തെടുത്തു. സോ 1 മൈനസ് സൈൻ സ്ക്വയർ ഐ വരും. സോ 1 മൈനസ് സൈൻ സ്ക്വയർ ഐ ആരാ? കോസ് സൈൻ സ്ക്വയർ ഐ പ്ലസ് കോസ് സ്ക്വയർ ഐ ആരാ? 1 അല്ലേ? സോ 1 മൈനസ് സൈൻ സ്ക്വയർ ഐ ആരാ? കോസ് സ്ക്വയർ ഐ. സോ കോസ് സ്ക്വയർ ഐ കിട്ടി. ഇനി എന്താ നമുക്ക് എന്താ വേണ്ടത്? ഇക്വേഷനിൽ അല്ല, നമുക്ക് എന്താ നമ്മൾ പറയുന്ന മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി അല്ലേ നമ്മൾ കാണുന്നത്. സോ എഫ് എം യു എഫിന്റെ സ്ക്വയർ ആണ് നമുക്ക് വേണ്ടത്. സോ എഫ് എം യു എഫ് സ്ക്വയർ എന്ത് കിട്ടി? എഫ് സി സ്ക്വയർ ബൈ കോസ് സ്ക്വയർ ഐ എന്ന് കിട്ടിയില്ലേ അല്ലേ? അപ്പൊ സി സ്ക്വയർ ഐ എന്നാണ് നമുക്ക് കിട്ടിയത്. കാരണം എന്താ? എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു സ്ക്വയർ ആയിരുന്നു ആര്? കോസ് സ്ക്വയർ ഐ എന്ന് പറയുന്നത് അല്ലേ? നമ്മൾ ഇപ്പുറത്തെ എടുത്ത സമയത്ത് എഫ് സി ആണ് ടോപ്പിലുള്ളത്. സോ എഫ് സി സ്ക്വയർ ബൈ എഫ് എം യു സ്ക്വയർ ആണ് ആര്? എഫ് കോസ് സ്ക്വയർ ഐ എന്ന് പറയുന്നത്. സോ ഇവിടെ നമ്മൾ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് എന്താ? എഫ് എം യു എ സ്ക്വയർ ഇപ്പുറത്ത് എടുക്കുമ്പോൾ എഫ് സി സ്ക്വയറിന്റെ കൂടെ ആര് വരും? സീക്കാണ് വരുന്നത്. ഓക്കെ, കോസിന്റെ റെസിപ്രോക്കൽ സീക്ക് സ്ക്വയർ വന്നു. അതാണ് നമ്മൾ ഓർക്കേണ്ടത്. അതൊക്കെ നിങ്ങൾ ജസ്റ്റ് മാത്തമെറ്റിക്കൽ എറിത്മെറ്റിക് ആണ്, നിങ്ങൾ ജസ്റ്റ് ചെയ്യാനേ ഉള്ളൂ. ഞാൻ എന്താ പറയാത്തതെന്ന് വെച്ചാൽ ഇതെല്ലാം നിങ്ങൾ നോട്ട്സിൽ തരുന്നതാണ്. അപ്പൊ നോട്ട്സ് വെച്ചിട്ട് പഠിച്ചാൽ മതി. സ്ലൈഡ്സിലെല്ലാം തരാൻ പോസിബിൾ അല്ല, ബിക്കോസ് ഇക്വേഷൻസ് പോസിബിൾ, അതുകൊണ്ടാണ് സ്ലൈഡ്സിൽ തരാത്തത്. നിങ്ങൾ അത് ജസ്റ്റ് നോട്ട്സിൽ വെച്ച് ഇക്വേഷൻ വെച്ചിട്ട് നല്ല വൃത്തിക്ക് എഴുതി പഠിക്കുക. ഓക്കെ, സോ എഫ് സി സ്ക്വയർ സീക്ക് സ്ക്വയർ ഐ ആണ് ഇക്വേഷൻ. അപ്പോൾ എഫ് എം യു എഫ് എന്ന് വെച്ചാൽ എന്താ? എഫ് സി സീക്ക് ഐ. ഓക്കെ, സീക്ക് ഐ എന്ന് വെച്ചാൽ നമ്മളൊരു വാല്യൂ എടുക്കുന്നുണ്ട് 3.6. ഓക്കെ, സോ 3.6 എഫ് സി ആയിരിക്കും ലാസ്റ്റ് നമുക്ക് കിട്ടുന്നത്. അപ്പോൾ സീക്ക് ഐക്കാണ് നമ്മൾ 3.6 വാല്യൂ ലാസ്റ്റ് നമ്മൾ എന്താ പറയുക, കുറച്ചൊരു മെത്തേഡ്സ് ഒക്കെ വെച്ച് അനലൈസ് ചെയ്തിട്ട് സീക്ക് അതിൻ്റെ വാല്യൂ കണ്ടെത്തിയിട്ട് നമ്മൾ 3.6 കണ്ടെത്തി. എന്നിട്ട് 3.6 എഫ് സി കൊടുത്തു. അതാണ് എഫ് യു എം എന്ന് പറഞ്ഞ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി. ഒരു കോൺസ്റ്റന്റ് ആണ് അല്ലെ? ക്രിട്ടിക്കൽ ഫ്രീക്വൻസി ആയിട്ട് റിലേറ്റഡ് ആണ്. ക്രിട്ടിക്കൽ ഫ്രീക്വൻസി മാറുന്ന അനുസരിച്ചിട്ട് നമ്മളുടെ മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി മാറും. സോ 3.6 ഇൻറ്റു എഫ് സി ആണ്, അതുമായിട്ട് റിലേറ്റഡ് ആണ്. അത് ഒരു കാര്യം ഓർമ്മിച്ചു വെക്കും. സോ ഇത്രയാണ് പറഞ്ഞത്. സോ ഒന്നും കൂടി പറഞ്ഞുതരാം. സോ what is maximum usable frequency? So FMUF is equal to 3.6 into FC, which is related as 3.6 times into critical frequency. Okay, so first of all we take the equation eta is equal to root of 1 minus 81 n by f square, in which we take n is equal to n max and f is equal to FMUF. So n max, which means FC, root 81 n max means FC. So 81 n max means what?
fc the square. So fd the square by fmuf the square. So basically we take sin I by sin 90. Sin 90 means it is vertical in nature, virtual height. So sin I by sin 90 is nothing but root of 1 minus 81 n by f square. So basically sin 90 means 1. So sin I is equal to root of 1 minus 81 n by f square. So what is that? 81 n by f square means fc square by fmu of the square. So this you take you to remove the roots, you take square on both sides. So squaring means what happens? Sin square I is equal to what? 1 minus 81 n by f square. So what happens? This equation becomes sin square I is equal to 1 minus f sec the square by f mu f the square. So we take fc square by f mu f the square to the LHS. So fc square by f mu f square is equal to what? 1 minus sin square I. So 1 minus sin square I is nothing but cos square I. So fc square by f mu square is equal to cos square I. So f mu square is equal to fc square by cos square I, which is nothing but fc square sec square I. So fc square sec square I means what? Root. We need to take the root because we need only fmuf. So fmuf is equal to fc sec I. Fmuf is equal to fc sec I. So fc sec I means sec I the value which is becoming 3.6. So 3.6 into fc. Okay, fmuf is equal to 3.6 into fc. This is the equation. So maximum usable frequency fmuf is equal to 3.6 into fc. So basically you only need to remember this first equation. Eta is equal to root of 1 minus 81 n by f square and substitute n is equal to n max and f is equal to fmuf in this equation because we are finding out fmuf and we need to substitute n max because at what time f is equal to fmuf, that at that time n is equal to n max. Okay, that you remember. So sin 90, which means the actual the factor of the direction of the rays. So it is nothing but virtual height. We are taking the virtual height. So 90 also you remember sin 90. So it is becoming 1 and you get the term sin I is equal to. Okay, after you get sin I, and in terms of sin I you get, and sin I last you get the term as sec I. So sec I you get the value and 3.6 and you finally you get the value 3.6 into fc. So the maximum usable frequency is related as 3.6 times the critical frequency. So flat earth. So flat earth, there are some equations. I haven't typed the equation. You please listen. So first of all, this is the height from the figure. You please note the figure. This is the height h. This is d. This approximately flat earth. Why flat earth? Is the earth actually flat? No, which means curved earth we are taking as flat. Okay, this second figure you can see approximately earth is curved in nature. So this earth we are taking as curved flat because this for the purpose of convenient calculations. Okay, for the purpose of convenient calculations we are taking it as flat in nature. So what happens? It becomes a triangle in shape, and likewise we get the distance between the 2 points. Okay, the 2 points as d, and from the ionosphere it is being reflected. Okay, or from the radio waves are being reflected from the atmosphere. Okay, so I and r, you know what is I have told you earlier, with the angle which is made between the normal and the incident wave. Okay, so it is the angle made between the normal and the reflected wave. Okay, so I and r, you know. So d by 2 a to c, it is our total distance d, and half
Okay, so that all you know. So what is that? Cos I is equal to BO by AB. That you know. Cos I. So cos means what? Adjacent by hypotenuse. So approximately what happens? Cos I is equal to BO. Sorry, BD. Okay, BD. So cos I is equal to BD by AB. Okay. So BD is what? H. That you know. Divided by, what is that? Pythagoras theorem, AB hypotenuse root of D by 2, the square plus H square. Okay, so b square plus altitude square. So dh square plus d square by 4 we get. Okay, so what is the equation after solving? 2h by root of 4h square plus d square. So u is equal to sin I. Okay, so is equal to root of 1 minus 81n by f square is equal to root of 1 minus fc square by fmuf this square. That all you know. So fc square by fmu square is equal to cos square I. Okay. So what happens? Root of 1 minus 81 square is equal to root of 1 minus fc square by fmu square. We have studied just now. So cos square I is equal to 4h square by 4h square plus d square. That equation you square it. Okay. Because what happens means fc square by fm square is equal to cos square I. Okay. So you just square cos I. We just got cos I from that figure. Nothing but 2h by root of 4h square plus d square. So please square it. So it's 4h by 4h square by 4h square plus d square. So fmuf the square is equal to fc square into 4h square plus d square by 4h square. So just reorganize, you will get the equation. Okay, so simple. So you please don't confuse it with maximum usable frequency. So here u is equal to what? Sin I is equal to root of 1 minus 81 by f square. Sin I by sin 90, it is 1. So sin I is equal to root of n minus root of 1 minus 81 81 n by f square is equal to root of 1 minus fc square by fmuf. We have learned it just now. After that you substitute cos square. You take cos square. Okay, why you take cos square? Because you need to remove the root from the equation. So 4h square by 4h square plus d square, okay, is equal to cos square I. Okay, so it's equal to fc square by fmuf square. So what was cos square I? I told you earlier, sec square I was nothing but what? fmuf square by fc square. So cos square I is what? fc square by fmu square. So fc square by fmu square is equal to cos square I is equal to this equation. Okay. So അതാണ് ഇക്വേഷൻ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇക്വേഷനിൽ. ഇക്വേഷൻ വൈസ് നിങ്ങൾക്ക് എല്ലാം അറിയാം. കോസിൻ്റെ ഓപ്പോസിറ്റ് റെസിപ്രോക്കൽ സീക്കാണെന്ന് അറിയാം. സോ അത് വെച്ചിട്ട് ജസ്റ്റ് മാനിപ്പുലേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഇക്വേഷൻസ് കിട്ടുന്നതാണ്. ജസ്റ്റ് റീഓർഗനൈസ് ഒക്കെ ചെയ്യേ വേണ്ടു. സോ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് fmuf സ്ക്വയർ ബൈ സിയുടെ സ്ക്വയർ ആണ് ആര്? കോസ് സ്ക്വയർ ആയി എന്നറിയാം. അതുകൊണ്ടാണ് നമ്മൾ കോസ് ഐന് നമ്മൾ എന്ത് ചെയ്തത്? സ്ക്വയർ ചെയ്തത്. സോ കോസ് സ്ക്വയർ ഐ വെച്ച് ചെയ്ത സമയത്ത് 4h സ്ക്വയർ ബൈ 4h സ്ക്വയർ പ്ലസ് d സ്ക്വയർ ചെയ്തു. എന്നിട്ട് എഫ് സ്ക്വയർ MUFന് fc സ്ക്വയർ ഇൻറ്റു 4h സ്ക്വയർ d സ്ക്വയർ ചെയ്തു. അപ്പം നമുക്ക് എന്തെന്നെ കിട്ടി? ഫ്ലാറ്റ് എർത്തിൻ്റെ കേസിലുള്ള MUF കിട്ടി. അതായത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എന്ത് കിട്ടി? fmuf is equal to fc into root of 1 plus d by 2h the whole square കിട്ടി. ജസ്റ്റ് റീഓർഗനൈസ് ചെയ്യേ വേണ്ടു. സോ ഇത് ഒന്നും കൂടി പറഞ്ഞു. സോ എന്തായത്?
മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയിൽ ജസ്റ്റ് നിങ്ങൾ ഓർക്കേണ്ടത് ആ ഒരു കോസിൻ്റെയും സീക്കൊക്കെ എങ്ങനെ മാറുന്നു അതെല്ലാം ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. അപ്പോൾ ഫസ്റ്റ് ഓർക്കേണ്ട ഇക്വേഷൻ ഈറ്റ ഇസ് ഈക്വൽ ടു √1 - 81/f². ആ ഇക്വേഷൻ ജസ്റ്റ് ഓർമ്മിച്ച് വെക്കണം, നിങ്ങൾ ബൈ ഹാർട്ട് തന്നെ പഠിക്കണം. √1 - അത് എങ്ങനെ വന്നു എന്ന് പറഞ്ഞല്ലോ. അതായത് നേരത്തെ ഒരു ഇക്വേഷൻ പറഞ്ഞിട്ടുണ്ടായി, എപ്സിലോൺ ആറ് എന്ന് പറയുന്ന ഇക്വേഷനിൽ ആ ഒരു എന്താ റൂട്ട് ആ നമ്മൾ ഔട്ട്സൈഡ് ടേക്ക് ചെയ്ത ആ ഒരു ടേമിന്റെ ഉള്ളിൽ വരുന്ന ആ ടേമിൽ നമ്മൾ ഇക്കും എമ്മിനും അതുപോലെ ഒമേഗക്കും എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. ഒമേഗ 2πf ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തതിന് ശേഷം കിട്ടുന്ന വാല്യൂ ആണ് √1 - ET1n/f² എന്ന് പറയുന്നത്. സോ അത് കിട്ടിയതിന് ശേഷം നമ്മൾ എന്താ ചെയ്തത്, അത് തന്നെയാണ് sin i/sin 90. അപ്പോൾ r എന്ന് പറയുന്ന ഇവിടെ 90 ആണ്. സോ അതുകൊണ്ട് തന്നെ എളുപ്പമായി. sin iക്ക് നമുക്ക് എന്ത് കൊടുക്കാം, അത് മീൻസ് ഈറ്റ തന്നെയാണ്. sin i/sin r പറഞ്ഞിട്ടുണ്ട്, sin i/sin r ആണ് ഈറ്റ. അത് തന്നെയാണ് ഇവിടെ √1 - ET1n/f² എടുത്തതും. സോ രണ്ട് ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ sin i = കിട്ടി. അപ്പോൾ നെക്സ്റ്റ് നമ്മൾ എഫിന് എൻ മാക്സ് കൊടുക്കുന്ന എഫിന് MUF കൊടുക്കുന്ന സമയത്ത് എന്നിന് എൻ മാക്സ് കൊടുക്കുക. സോ എഫ് MUX ആവുന്ന മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി എഫ് ആവുന്ന സമയത്ത് ആരാ എൻ മാക്സ് ആണ് ആവുന്നത്. സോ ആര് കിട്ടും നമുക്ക്, FC കിട്ടി. സോ FC²/FMUF² കിട്ടി. സോ ഇത് കിട്ടിയാൽ നമ്മൾ ജസ്റ്റ് റൂട്ടിനെ മാറ്റാൻ സ്ക്വയർ ചെയ്തു, LHS RHS സ്ക്വയർ ചെയ്തു, LHSലേക്ക് ആ റേഷ്യോനെ എടുത്തു, എന്നിട്ട് sec² കിട്ടി. ബിക്കോസ് 1 - sin² എന്ന് പറയുമ്പോൾ cos² ആണ്. അപ്പോൾ അതിൻ്റെ റെസിപ്രോക്കൽ എടുക്കുന്ന സമയത്ത് sec² കിട്ടും, എന്നിട്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ sec² കിട്ടി, അതിനെ ജസ്റ്റ് റൂട്ട് ചെയ്യുക, എന്നിട്ട് സീക്കിൻ്റെ വാല്യൂ എന്താ 3.6 ആയിരിക്കും സീക്കായി. സോ 3.6 FC കിട്ടി. സോ നെക്സ്റ്റ് ഫ്ലാറ്റ് എർത്തിൻ്റെ കേസ് ആണെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഫിഗർ മാത്രം പഠിച്ചു വെക്കുക. ഈ ഫിഗർ മാത്രം, അതായത് എന്താ പറയുന്നത്, കേർവ്ഡ് എർത്താണ്, പക്ഷെ എന്താ നമ്മൾ ഫ്ലാറ്റ് എർത്തായിട്ട് അതിനെ ഇമാജിൻ ചെയ്യുന്നു. സോ ഫ്ലാറ്റ് എർത്തായിട്ട് ഇമാജിൻ ചെയ്യുന്ന സമയത്ത് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിയിൽ എന്ത് ഡിഫറൻസ് ആണ് വരുന്നത് എന്നുള്ളതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. സോ അതിൽ ഫ്ലാറ്റ് എർത്തിൽ ഉള്ള ക്യാരക്ടറിസ്റ്റിക്സ് ആയ ഡിയും ആറും ഐ ഒക്കെ ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ ഈ ഫാക്ടേഴ്സ് ഒക്കെ ഓർമ്മിച്ച് വെക്കുക. എന്നിട്ട് നമ്മൾ പഠിക്കേണ്ടത് കോസൈ. കോസൈ എന്ന് വെച്ചാൽ എഡ്ജസൻറ്റ് സൈഡ് ബൈ ഹൈപ്പോട്ടിന്യൂസ്. അതായത് എന്താ, BD/AB. സോ BD എന്താ, H/AB എന്താ, √D/2² + H². സോ അവിടെ റൈറ്റ് ആംഗിൾ ട്രയാംഗിൾ ആരാണ്, ADB ആണ്. സോ അങ്ങനെ തന്നെ ഓർത്ത് വെക്കുക. സോ ഇത്രയും കാര്യങ്ങൾ ഓർത്താൽ നമുക്ക് എന്ത് കിട്ടി, നമ്മൾ പിന്നെ അതിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, FC²/FMUF² cos² ആയിട്ട് എടുത്തിട്ട് ഇതിൻ്റെ കോസ് ഇപ്പം കിട്ടിയത് നമുക്ക് കോസ് ഐ ആണല്ലോ. സോ കോസ് ഐ നമ്മൾ സ്ക്വയർ ചെയ്യുന്നു. സോ കോസ് ഐ ആണ് സ്ക്വയർ ചെയ്തിട്ട് നമുക്ക് എന്ത് കിട്ടിയത്, നമുക്ക് എന്തായിരുന്നു വേണ്ടത്, മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി തന്നെയാണ്. നിങ്ങൾ ഫ്ലാറ്റ് എർത്ത് എന്ന് കേട്ടിട്ട് എന്താ വേറെ ടേം ആണെന്നൊന്നും വിചാരിക്കേണ്ട. നമുക്ക് അവിടെയും എന്ത് തന്നെയാണ് വേണ്ടത്, മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ തന്നെയാണ് വേണ്ടത്. സോ അവിടുത്തെ ഫ്ലാറ്റ് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസിൻ്റെ ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോസിലായി സീക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് എവിടെയോ കിട്ടിയിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് കോസ് ആണെന്ന് അറിയാം, വേണ്ടതെന്ന് അറിയാം. സോ കോസിനെ സ്ക്വയർ ചെയ്യുക. അപ്പം നമുക്ക് എന്താ ശരിക്കും കോസിനെ സ്ക്വയർ ചെയ്യാൻ കിട്ടുക, FC²/FMUF² അല്ലേ, നേരത്തെ ഇക്വേഷൻ പ്രകാരം. സോ അതെന്താണ്, കോസിനെ സ്ക്വയർ ചെയ്താൽ ഇവിടുത്തെ ടേമിൽ കോസിനെ സ്ക്വയർ ചെയ്തപ്പോൾ നമുക്ക് 4H²/4H² + D² കിട്ടി. അപ്പോൾ അതിൽ നിന്ന് F²MUF കിട്ടി, FMUF അതും കിട്ടി. സോ നമ്മൾ എന്താ ചെയ്ത് ജസ്റ്റ് റീഓർഗനൈസ് ചെയ്യുന്നുണ്ടോ, കാര്യമായിട്ടൊന്നുമില്ല. കോസ് ഐ ഇങ്ങനെ കണ്ടെന്ന് മാത്രം ഓർമ്മിച്ചാൽ മതി ഈ ഒരു ഫിഗറിന്. ഓക്കെ, അത് മാത്രം ഓർമ്മിച്ചാൽ നമ്മൾ സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തിട്ട് ജസ്റ്റ് റീഅറേഞ്ച് ചെയ്യുമ്പോൾ സ്ക്വയർ ചെയ്തിട്ട് ഇക്വേറ്റ് ചെയ്യണേ. cos² ആരാന്ന് പറയണം, cos² ആരാണ്, FC²/FMUF² ആണെന്ന് പറയണം. ബിക്കോസ് sec² ആയിരുന്നു FMUF²/FC². cos² എന്ന് പറയുന്നത് FC²/FMUF². സോ അത് ഓർമ്മിച്ച് വെച്ചാൽ മതി. സോ എന്നിട്ട് നമ്മൾ ജസ്റ്റ് FMUF-ന് ഇക്വേഷൻ എഴുതിയാൽ കിട്ടും. സോ ഇതാണ് നിങ്ങൾ ഫ്ലാറ്റ് എർത്ത് എന്ന് പറയുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് മാക്സിമം യൂസബിൾ ഫ്രീക്വൻസി അണ്ടർ കേർവ്ഡ് എർത്ത് വരുന്നുണ്ട്, അതും കൂടി പഠിക്കണം. സോ
സോ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. സോ ബേസിക്കലി ഇന്ന് കുറച്ച് എടുത്തിട്ടുള്ളൂ ഇന്ന്. അത് നിങ്ങൾ മനസ്സിലാക്കി തന്നെ പഠിക്കുക. ഇക്വേഷൻ വൈസ് ആയിക്കോട്ടെ, എല്ലാം സിമ്പിൾ ആണ്. അപ്പം എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. നിങ്ങൾക്ക് ഇന്ററാക്ട് ചെയ്യാം കേട്ടോ. അതായത് ഗ്രൂപ്പിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഞാൻ ഗ്രൂപ്പിലും പറയാം, അതുപോലെ ക്ലാസ്സിലും പറയാം. അതുപോലെ ക്വസ്റ്റ്യൻ പേപ്പർ, യൂണിവേഴ്സിറ്റി ക്വസ്റ്റ്യൻ പേപ്പർ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുകയുള്ളൂ. ആൻറ്റിനൊക്കെല്ലാം മിക്കവാറും ക്വസ്റ്റ്യൻസ് റിപ്പീറ്റ് ചെയ്യുക തന്നെയാണ് ചെയ്യുന്നത്. കാറ്റഗറീനോ അങ്ങനെ എല്ലാം ഡയറക്റ്റ് ആയിട്ട് തന്നെ ചോദിക്കുക. നിങ്ങൾ ഇൻഡിറക്റ്റ് ആയിട്ട് അങ്ങനെ വരുന്നൊന്നും പേടിക്കേണ്ട. സോ ബേസിക്കലി എന്ത് ചെയ്യുക, ആ ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്ന് റെഫർ ചെയ്യുക. എന്നിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഗ്രൂപ്പിൽ ചോദിച്ചാൽ ഞാനത് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ. സോ ഈ ഇക്വേഷൻ ആയിരുന്നു ഞാൻ പറഞ്ഞത്. അതായത് IS=IC+IE വന്ന സമയത്ത് രണ്ടിൻ്റെ ടോട്ടൽ എടുക്കുന്ന സമയത്ത് എന്തായിരുന്നു വന്നത്? 2 ടേംസ് വന്നിട്ടുണ്ടായി. ആ 2 ടേംസ് എങ്ങനെയാ? ഒന്ന് കോമൺ ആയിട്ട് എടുത്ത ടേം ആണ്. അതിന്റെ ബ്രാക്കറ്റിന്റെ ഉള്ളിൽ വന്ന ടേമിനെയാണ് നമ്മൾ എമ്മും ഇലക്ട്രോണിക് ചാർജും ഇയും അതുപോലെ പിന്നെ ω=2πf ഒക്കെ കൊടുത്തിട്ട് ആ √1 - n/f² കണ്ടത്. ഓക്കെ. സോ അത് ഓർമ്മിച്ച് വെക്കുക. അപ്പോൾ അതാണ് εr എന്ന് പറയുന്നത്. εr എന്ന് വെച്ചാൽ റിലേറ്റീവ് പെർമിയബിലിറ്റി അഥവാ നമ്മളുടെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്നുള്ളത് നമുക്ക് അതുമായിട്ട് റിലേറ്റഡ് ആണ്. ഓക്കെ. ആ ഒരു എന്താ നമ്മളുടെ ബേസിക്കലി അത് എടുക്കുന്നത് ഞാൻ പറഞ്ഞു കപ്പാസിറ്റി ഇഫക്റ്റ് എല്ലാം എന്താ ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. അപ്പോൾ ഇവിടെ നമ്മൾ നിങ്ങൾക്ക് നേരത്തെ ചെറിയൊരു കൺഫ്യൂഷൻ വന്നത് ആ ഫേസ് വെലോസിറ്റിയിൽ എന്തുകൊണ്ട് മ്യൂ പെർമിയബിലിറ്റി എടുത്തു എന്നല്ലേ. സോ മ്യൂ എടുത്തത് അതെന്തുകൊണ്ടാ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ് ആണ് അല്ലെ. മാഗ്നറ്റിക്കിന്റെ ഇഫക്റ്റും കൂടി വരുന്നുണ്ട്. സോ c/√μe² + μr² വന്നു. ഓക്കെ. സോ അതാണ് ബേസിക്കലി 2 ഇക്വേഷൻ ആയിട്ട് മ്യൂവിൻ്റെ പെർമിയബിലിറ്റിന്റെ കേസും എടുക്കുന്നുണ്ട്, അതുപോലെ ബേസിക്കലി പെർമിറ്റിവിറ്റിയും എടുക്കുന്നുണ്ട്. ഓക്കെ. പെർമിയബിലിറ്റി എന്ന് വെച്ചാൽ ഫ്രീ സ്പേസിന്റെ പെർമിയബിലിറ്റി എന്തായിരുന്നു? മ്യൂ. സോ മ്യൂ എടുക്കാൻ കാരണം എന്താ? ഇലക്ട്രോ മാഗ്നറ്റിക് വേവ്സ് ആണ്. സോ ഇലക്ട്രിക്കൽ ഇഫക്റ്റും മാഗ്നറ്റിക് ഇഫക്റ്റും കൺസിഡർ ചെയ്യുന്നുണ്ട്. ഓക്കെ. സോ രണ്ടും കൺസിഡർ ചെയ്യുന്നുകൊണ്ടാണ് നമ്മൾ നേരത്തെ മ്യൂ ഫേസ് വെലോസിറ്റിന്റെ കേസിൽ മ്യൂ എടുത്തത്. റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് എന്താ എടുത്തത്? റിഫ്രാക്റ്റീവ് ഇൻഡെക്സിന്റെ കേസിൽ അതായത് η = c/√μe² + μr² എന്നായിട്ട് എടുത്തു. സോ ഇത്രയാണ് ഇക്വേഷൻസ്. അപ്പം എല്ലാം ഞാൻ നോട്ട്സ് തരും. നോട്ട്സ് നോക്കിയിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. സോ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കും. കാരണം ഞാൻ ഇക്വേഷൻസ് എല്ലാം അങ്ങനെ ടൈപ്പ് ചെയ്ത് നിന്നിട്ടില്ല. സോ ഇത് വെച്ചിട്ട് തന്നെ പഠിക്കുക. ഓക്കെ. നിങ്ങൾക്ക് സ്ലൈഡ്സ് തരുന്നില്ല ബിക്കോസ് സ്ലൈഡ്സിൽ എന്താ പറയുക ഇക്വേഷൻസ് ഹോൾ ആയിട്ടില്ല. നോട്ട്സ് വേഗം തന്നെ തരാം. അത് നോക്കിയിട്ട് റെഫർ ചെയ്തിട്ട് പഠിക്കും. ഓക്കെ. നോട്ട്സ് എത്രയും വേഗം തരാൻ നോക്കാം. ഓക്കെ. ഇത്രയുമാണ് പഠിക്കാനുള്ളത്. നെക്സ്റ്റ് കേർവ്ഡ് എർത്തിന്റെ മാക്സിമം യൂസിബിൾ ഫ്രീക്വൻസി ആണ് പഠിക്കേണ്ടത്. പിന്നെ കുറച്ച് പ്രാക്ടീസും കൂടിയുണ്ട്, വേഗം തീർക്കാം. 6th മൊഡ്യൂൾ അത്ര ഡിഫിക്കൽട്ട് അല്ല, നിങ്ങൾ വിചാരിച്ചാൽ പഠിക്കാൻ പറ്റും. ടെൻഷനൊന്നും എടുക്കണ്ട. സോ ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ.